ഹായ്, എല്ലാവർക്കും സുഖം തന്നെ വിശ്വസിക്കുന്നു. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് നമ്മൾ വളരെ ഈസി ആയിട്ട് ഒരു ചോക്ലേറ്റ് കേക്കാണ് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. ഓറിയോ ബിസ്ക്കറ്റ് കൊണ്ട് വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഓറിയോ ബിസ്ക്കറ്റ് ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് നമുക്ക് അങ്ങനെ ഒരു ചോക്ലേറ്റ് കേക്ക് തയ്യാറാക്കി എടുക്കാൻ നോക്കാം. ഓവന്റെ ഒന്നും ആവശ്യമില്ല. ഞാനിപ്പോ കുക്കറിലാണ് ഇത് റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. ഞാനിപ്പോ ഇതുപോലെ കുക്കറിലാണ് അത് കുക്ക് ചെയ്തെടുക്കുന്നത്. നമ്മൾ ഓവനൊക്കെ പ്രീ ഹീറ്റ് ചെയ്യുന്നത് പോലെ ചെയ്യുന്നതിന് 10 മിനിറ്റ് മുന്നേ ഞാൻ ഗ്യാസ് ഓൺ ചെയ്തേക്കുവാണ്. അപ്പോൾ അത് നന്നായിട്ട് ഇടുന്ന് ചൂടാകട്ടെ. ഇതിപ്പോൾ നന്നായിട്ട് നമുക്കിനി ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ നമുക്ക് 2 സ്റ്റെപ്പായിട്ട് പൊടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഫസ്റ്റ് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാലൻസ് കൂടെ 5 കവർ ഓറിയോ ബിസ്ക്കറ്റാണ് എടുത്തേക്കുന്നത്. അതിൽ ഒരു കവറിൽ 4 എണ്ണം വീതമുണ്ട്. പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ്. അതും കൂടെ ഒരു മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഷുഗർ ഇപ്പോൾ നമ്മൾ മിക്സിയുടെ ജാർ ഉപയോഗിച്ച് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. 1/2 കപ്പ് ഷുഗർ ആയിരുന്നു, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയുള്ളത് നമ്മൾ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് മിക്സിയുടെ ജാർ വെച്ച് നന്നായിട്ട് അടിച്ചെടുക്കാം. കാൽ കപ്പ് ഓയിലാണ് അതുകൂടെ ചേർത്ത് കൊടുക്കുക. ഇതും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കൊന്നുകൂടി അടിച്ചെടുക്കാം. മുട്ടയും വെജിറ്റബിൾ സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് രണ്ടും കൂടി അടിച്ചെടുത്തേക്കുന്നതാണ്. അതിലേക്ക് 1/4 സ്പൂൺ ബേക്കിംഗ് പൗഡറാണ് അതുകൂടെ ചേർക്കുക. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചേക്കുന്ന ഇതിപ്പോ മുട്ടയും വെജിറ്റബിൾ ഓയിലും കൂടെയാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതുപോലെ ഒരു വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതാണ് ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ വാനില എസൻസ് കൂടി ചേർക്കാം. നമ്മൾ മൈദ മാവൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഇതാണ് ഇതിന്റെ പാകം. ഇതിപ്പോ കറക്റ്റ് പാകത്തിന് നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓയില് തേച്ചെടുക്കാം. ഒരു ബട്ടർ പേപ്പറാണ്, അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്തെടുക്കാം.
ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഒരു നന്നായിട്ട് ചൂടായി കിടക്കുവാണ്. അതിലേക്ക് ഞാൻ ഇതുപോലൊരു ചെറിയൊരു സ്റ്റാൻഡ് വെക്കും. ചെറിയൊരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. അതിന്റെ മുകളിലേക്ക് നമ്മൾ കേക്ക് വയ്ക്കുകയാണ്. നമ്മളിതിൻ്റെ മേളിൽ വെയിറ്റ് ഇടുന്നില്ല. അതുപോലെ തീ മാക്സിമം കുറച്ച് വയ്ക്കുക. ഒരു 40-45 മിനിറ്റ്സ് വരെ വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ബാക്കി നോക്കാം. അപ്പോൾ നമ്മളിങ്ങനെ വെച്ചിട്ട് 35 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതൊരു സ്റ്റിക്ക് വെച്ച് നമുക്ക് ഇത് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ഇതിൽ ഇപ്പോൾ പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുക്കട്ടെ. തണുത്തിട്ട് നമുക്ക് പുറത്തെടുക്കാം. ഇതിപ്പോൾ തണുത്തിട്ടുണ്ട്. ഞാൻ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി. നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുന്ന നല്ലൊരു കേക്കാണ്. ഓറിയോ ചോക്ലേറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.